ഹലോ. പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഫോണൊന്നും എടുക്കരുത്. ഞാൻ പറഞ്ഞു, ഒരു MLA ഫോൺ എടുക്കാതിരിക്കുന്ന എങ്ങനെ? ഒരു MLA ഫോൺ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം ഏത് സമയത്താണ് ഒരാൾക്ക് ഒരാപത്ത് അല്ലെങ്കിൽ ഒരു ആവശ്യം വരുമ്പോൾ നമ്മളിങ്ങനെ ആൾക്കാർ ശല്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോൺ എടുക്കാതിരിക്കുന്ന സംഭവമേ ഇല്ല. അപ്പോൾ അതൊരു വശത്ത് നടക്കട്ടെ. ഇത് നമ്മളെ ജോലി ഒരു 15 എണ്ണത്തില് ഒരു 10 എണ്ണവും ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പിന്നെ ഞാൻ സിനിമാ നടനും കൂടെയാണ്. അപ്പൊ അതെന്റെ ജീവിത മാർഗമാണ്. ഇങ്ങനെയുള്ള ഫോൺ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡ്യൂസറുടെ ഫോൺ എടുക്കാതിരുന്നാലും ജോലിയെ ബാധിക്കുന്നതാണ്. അപ്പോ ഇതിങ്ങനെ കുറച്ച് നാള് നമ്മൾ ഈ അവർക്കും സന്തോഷമാണെങ്കിൽ സന്തോഷിച്ചോട്ടെ. പക്ഷേ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്കറിയാം എൻ്റെ മകൻ കറക്റ്റ് സമയത്ത് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ആ പ്രായത്തിലുള്ള ഒരു മോനുണ്ടായിരുന്നു. കൊച്ചുമോന്റെ പ്രായത്തിലുള്ള ആൾക്കാരാണ്. അതിനകത്ത് അവർക്കൊരു സന്തോഷം ഉണ്ടെങ്കിൽ നമ്മൾ ആർക്കും സന്തോഷം വരുന്ന കാര്യങ്ങൾ നോ എന്ന് പറയരുത്. ഇപ്പൊ MLA ആയിരിക്കുന്നിടത്തോളം അത് ഇങ്ങനെ നടക്കട്ടെ. പക്ഷേ രസകരമായിരിക്കും. അതിനകത്ത് വൾഗാരിറ്റി ഒന്നും വരാൻ പാടില്ല. ഹ്യൂമർ എന്ന് പറയുന്നത് ഒരു വലിയ ആയുധമാണ്. നമ്മളുടെ വലിയ വലിയ നേതാക്കന്മാർ EK നയനാർ അദ്ദേഹം എന്തെല്ലാം പറയുന്നു അതിനകത്തെല്ലാം ഹ്യൂമർ ഉള്ളത് കൊണ്ടാണ് ആൾക്കാർ രസിക്കുന്നതും സന്തോഷിക്കുന്നതും. അങ്ങനെ ഹ്യൂമറിനെ ബേസ് ചെയ്തിട്ട് എന്ത് മുന്നോട്ട് പോയാലും സന്തോഷം. ഇപ്പോൾ MLA ആയ സ്ഥിതിക്ക് ഗൂഗിൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ നമ്പർ കിട്ടും. എൻ്റെ ശബ്ദം ഹലോ എന്ന് പറയുന്ന ശബ്ദം കേൾക്കുമ്പോൾ അവിടെ മറുതലയ്ക്കല് തന്നെ മുകേഷേട്ടൻ തന്നെ എന്ന് പറയുന്ന ഒരു രീതിയിലാണ്. പിന്നെ അവര് റെക്കോർഡ് ചെയ്യായിരിക്കും. ഞാൻ തന്നെ ചിലപ്പം പറഞ്ഞിട്ടുണ്ട്, റെക്കോർഡിംഗ് ഒക്കെ കറക്റ്റ് ആക്കണേ, അല്ലെങ്കിൽ പിന്നെ ഇത് നമുക്ക് നിങ്ങൾക്ക് പുറത്ത് ഇറക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് ഒരു രസമായിട്ടാണ്